ഒരു തെറ്റിനെ മറയ്ക്കാൻ ആൾക്കാർ ശ്രമിക്കുമ്പോൾ അവർ ഡൈവേർട്ട് ചെയ്യണം, ആ പ്രശ്നം അവർ ഡൈവേർട്ട് ചെയ്യണം. എനിക്ക് ഈ മീഡിയയിൽ വരാൻ ആഗ്രഹം ഉള്ളതുകൊണ്ടല്ല, പക്ഷേ ക്ലാരിഫിക്കേഷൻ വേണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു നിങ്ങളുടെ മുന്നിൽ വരുന്നത്. ഈ പറഞ്ഞ എൻക്വയറിയിൽ സാറ്റർഡേ ആയിരുന്നു ഈ പറഞ്ഞ എൻക്വയറി വെച്ചത്. അത് പെട്ടെന്ന് വെച്ചതാണ്. പെട്ടെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ വെക്കല്ലേ, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു പ്രിൻസിപ്പളിന്. നിങ്ങൾ ഇത്ര റഷ് ചെയ്യല്ലേ, കാരണം നിങ്ങൾ റഷ് ചെയ്ത് ഡോക്ടർ രാജേഷിനെ വിളിക്കുന്നത് അതിൻ്റെ കാരണം അറിയാണ്ടല്ല. പ്രിൻസിപ്പൾ ഇപ്പോൾ കോഴിക്കോട് ഉണ്ടായിരുന്നതാണ്, ഡോക്ടർ രാജേഷ് കോഴിക്കോട് ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അതിൽ ഇപ്പോൾ എൻ്റെ കുഞ്ഞിപ്പ എന്നുവെച്ചാൽ എൻ്റെ ഫാദർ മരിച്ചുപോയി, എൻ്റെ ഫാദറിൻ്റെ ബ്രദർ മരിച്ചുപോയി. ആ മരിച്ച ദിവസമാണ് ഈ എൻക്വയറി വെച്ചിരിക്കുന്നത് നിർബന്ധപൂർവ്വം. ഞാൻ പറഞ്ഞ് മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ ഏത് ദിവസം വേണി വെച്ചോ, അത് ഹറി ചെയ്യല്ലേ. അതിൻ്റെ ഇൻറ്റൻറ്റ് എന്ന് വെച്ചാൽ ഈ കുട്ടികൾ ഈ പുതിയ ഈ ടെമ്പററി സ്റ്റാഫ്, ഇവിടുത്തെ ടെമ്പററി സ്റ്റാഫ് അവർ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തോ ഇല്ലേ എന്നല്ല ചോദ്യം, അവർ എഫിഷ്യൻ്റ് ആണോ ഇല്ലേ എന്നാ ചോദ്യം. കോഴ്സ് കംപ്ലീറ്റ് ഞാനും കണ്ടിട്ടുണ്ട്. പമ്പ് മെഷീൻ ഓടുന്നുണ്ടോ ഇല്ലേ എന്നല്ല ചോദ്യം, മെഷീൻ അവർക്ക് ഓടിക്കാൻ അറിയുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ, അവർ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് പ്രസൻറ്റ് ചെയ്യണം. അവരെത്ര എക്സ്പീരിയൻസ്, കാരണം ഇവിടുന്ന് സൂപ്രണ്ട് ഓഫീസിൽ നിന്ന് പറഞ്ഞു വെച്ചാൽ 2 വർഷം എക്സ്പീരിയൻസ് ഉണ്ടെന്നാണ് ഈ ടെമ്പററി സ്റ്റാഫിന്. ഒരു കേസ് പോലും അവർക്ക് എക്സ്പീരിയൻസ് ഇല്ല. കാരണം അവർ വന്ന ദിവസം തന്നെ, അത് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമില്ല, ഒരു കേസിന് പോലും എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു കുട്ടീനാണ്, ഞാനടക്കം ഉള്ള പാനലാണ് അത് എടുത്തത്. അതിനുള്ള സാഹചര്യം വേറെ ഉണ്ട്, അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താണ്, അതിൻ്റെ ഡേഞ്ചേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താണ് ഞാൻ ഈ പ്രശ്നമായിട്ട് ചെല്ലുന്നത്. കാരണം ഞാനിത് മുൻകൂട്ടി കണ്ട് വെച്ചാൽ ഇപ്പോൾ ഈ കുട്ടിയിലായിട്ട് ഓപ്പറേഷൻ ചെയ്ത് വിചാരിച്ചോ, നാളെ ചിലപ്പോൾ ഒരു ഓപ്പറേഷൻ ശരിക്കും പോവാം, സെക്കൻഡ് ഓപ്പറേഷൻ ഓക്കെ ആയി പോവാം. പക്ഷേ എപ്പോഴെങ്കിലും ഒരു പ്രശ്നം വരും, കാരണം ഇവർക്ക് ആ നോളജ് ഡെഫിസിറ്റ് ഉണ്ട്. ഇവർ ഒരു കാര്യം എന്താ പറയുക, അവർ നോളജ് കാണിക്കാൻ തയ്യാറല്ല, അവർ ഡിസ്കഷന് തയ്യാറല്ല. അപ്പോൾ പെട്ടെന്ന് ഒരു എൻക്വയറി കമ്മിറ്റി വെച്ച് ഇത് അവരെ സർട്ടിഫിക്കറ്റ് നോക്കാനല്ലല്ലോ, അപ്പോൾ അതിൻ്റെ എൻ്റെ സൗകര്യം കൂടി നോക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് വിളിപ്പിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിൻ്റെ ഇൻറ്റൻറ്റ് പറഞ്ഞാൽ ഇവിടെ സേഫ് കാർഡിയക് സർജറി ചെയ്യാൻ പറ്റുമോ ഇല്ലേ അത് അസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എൻക്വയറി വെച്ചത്. അപ്പോൾ ഡോക്ടർ രാജേഷിനെ നിയമിച്ചതും. അപ്പോൾ ഈ നിങ്ങൾ ആ എൻക്വയറിയിൽ, കാരണം ഇത് RTI ആക്ട് എന്നുവെച്ചാൽ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്റ്റും ലോക്പാലൊക്കെ ഉള്ള കാലമാണ്. ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഫാലസീസ്, അവരെ തെറ്റുകൾ മറയ്ക്കാൻ പറ്റില്ല. കാരണം ഇതിൽ എന്താ പറയുക, ഈ വന്ന എൻക്വയറി കമ്മിറ്റിയിൽ എൻ്റെ ഒപ്പ് പോലും ഇല്ല. ഞാൻ എൻ്റെ കുഞ്ഞിപ്പാടെ മയ്യത്ത് വെച്ചാൽ ഞാൻ ഈ ബോഡി കുളിപ്പിക്കുമ്പോഴാണ് ഈ കോള് വരുന്നത് ഡോക്ടർ രാജേഷ് എസിൻ്റെ. അപ്പോൾ രാജേഷ് സാറ് എൻ്റെ സാറൊക്കെ തന്നെ, സാറെന്ന് പറഞ്ഞാൽ എന്നെ പഠിപ്പിച്ച സാറല്ല, പക്ഷേ എൻ്റെ ഒരു സീനിയർ കൊളീഗാണ്. പ്രൊഫഷണൽ ഡിഫറൻസസ് ഉണ്ടാവും, പക്ഷേ എനിക്ക് റെസ്പെക്റ്റ് തന്നെ ഡോക്ടർ രാജേഷിനോട്. അദ്ദേഹം ഒരു കാർഡിയക് സർജൻ എന്ന രീതിയിൽ തുടങ്ങി വെച്ചത് തന്നെ ഇങ്ങനെയാണ്. ഈ ഒരു ടെമ്പററി സ്റ്റാഫ് നിയമിക്കുന്ന സമയത്ത് KPC രജിസ്ട്രേഷൻ, കേരള പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ ഒരു ക്രൈറ്റീരിയ ആയി വെച്ചില്ലല്ലോ, അതുകൊണ്ട് നമുക്കത് വിടാം. അപ്പോൾ ടെമ്പററി സ്റ്റാഫിൻ്റെ കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫോണിലൂടെ, ഇതൊന്നും റെക്കോർഡിങ്ങിലല്ല. ഇനി ഫോൺ കോൾ റെക്കോർഡ് ചെയ്ത് അതെങ്ങനെ അവർ എവിഡൻസായി വെക്കുമെന്ന് അറിയില്ല. അപ്പോൾ ഇതൊരു എന്താ പറയുക, വെറുതെ ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയൊരു സംഭവമാണ്. പക്ഷേ അതിൽ കുറച്ച് പോസിറ്റീവ്സ് ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ ഡോക്ടർ രാജേഷ് ആ സംസാരത്തിലൂടെ, ഡോക്ടർ രാജേഷ് എസ് ഒരു നല്ലൊരു കാർഡിയക് സർജനാണ്. അദ്ദേഹം കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് HOD ആണ്. നമ്മൾ തമ്മിൽ പ്രൊഫഷണൽ ഡിഫറൻസ് ഉണ്ടെങ്കിലും എനിക്ക് ഭയങ്കര റെസ്പെക്റ്റുള്ള മനുഷ്യനാണ്. ഒരു കാർഡിയക് സർജൻ അത്രയും സാക്രിഫൈസ് ചെയ്തിട്ടാണ് അവർ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം മനസ്സിലാക്കി എൻ്റെ പ്രശ്നങ്ങൾ. അദ്ദേഹം ചോദിച്ചു, എനിക്ക് പഴയ പോലെ ബീറ്റിംഗ് ഹാർട്ട് ചെയ്തൂടെ, ഈ പമ്പിൻ്റെ സഹായം എനിക്ക് ആവശ്യമുണ്ടോ? ഞാൻ പറഞ്ഞു, പമ്പിൻ്റെ സഹായം ആവശ്യമാണ് സർ, കാരണം ഈ കാർഡിയക് അനസ്തീസിയ ഇല്ല. അപ്പോൾ അദ്ദേഹം അത് ശരിവെച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അവസാനിക്കുന്നത് ആ കോൺവെർസേഷൻ എന്നുവെച്ചാൽ എൻ്റെ ആ മയ്യത്ത് കുളിപ്പിക്കുമ്പോഴാണ് ഈ സംസാരം നടക്കുന്നത്. ഈ സംസാരമാണ് നിങ്ങൾ എൻക്വയറി. ഇതിൽ എനിക്ക് എൻ്റെ സങ്കടത്തിൽ ഞാൻ ഇരിക്കുമ്പോൾ ഇവർ വെക്കുന്ന എൻക്വയറിയാണ് ഫോൺ എൻക്വയറി. ഈ എൻക്വയറി പകൽ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു പ്രിൻസിപ്പളിനോട്, സാറേ ഇത് അൺആക്സെപ്റ്റബിളാണ്.
ഇത് വരുന്ന ഈ കമ്മിറ്റി രൂപീകരിച്ച് ഡോക്ടർ രാജേഷ് എസും പ്രൊഫഷണലിസ്റ്റും വരുന്ന കൂടെ ഞാനും വേണ്ടേ? കാരണം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിൻ്റെ കേപ്പബിലിറ്റിയല്ലേ നിങ്ങൾക്ക് അറിയേണ്ടത്. എന്നെ നേരിട്ട് വിളിച്ച് ആ മയ്യത്ത് എൻ്റെ വീടിൻ്റെ അടുത്ത് എൻ്റെ അച്ഛൻ മരിച്ചു, എൻ്റെ അമ്മ ഒറ്റയ്ക്കാണ്. അപ്പുറത്ത് അതേപോലെ തന്നെ ഒരു കുഞ്ഞിപ്പ എൻ്റെ ഫാദറിൻ്റെ ബ്രദർ മരണപ്പെട്ടു ആ ദിവസം രാവിലെ. ആ ടെൻഷൻ നിൽക്കുമ്പോഴാണ് സൂപ്രണ്ട് ഓഫീസിൽ നിന്നും മറ്റു ഓഫീസിൽ വിളിക്കും വരാൻ. ഞാൻ പറഞ്ഞതാണ് ഇന്ന് വെക്കല്ലേ. എൻ്റെ കുഞ്ഞിപ്പ മരിച്ചിട്ട് പോലും അവർ ഡിമാൻഡ് ചെയ്യാണ് ഇപ്പോൾ വരൂ. കാരണം ഇത് എൻ്റെ എഫിഷ്യൻസി നോക്കാൻ വേണ്ടിയിട്ടുള്ള എൻക്വയറി അല്ല. എൻ്റെ എഫിഷ്യൻസി വേണമെങ്കിൽ നിങ്ങൾക്ക് RTA ആക്ട് ഉണ്ട്. ഡോക്ടർ അഷ്റഫ് പരിയാരത്ത് എത്ര ഓപ്പറേഷൻ ഒരു ദിവസം ചെയ്തിരുന്നു? നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഡോക്ടർ അഷ്റഫ് കോഴിക്കോട് ഒരു ദിവസം എത്ര ഓപ്പറേഷൻ ചെയ്തിരുന്നു? 2 ഓപ്പറേഷൻ ചെയ്തിരുന്നു ഒരു ദിവസം. അപ്പോൾ അങ്ങനെയൊക്കെ ഓപ്പറേഷൻ ചെയ്യുന്ന ആൾക്കാരെ, കാരണം ഞാനിപ്പോൾ പരിയാരം മുതൽ തൃശ്ശൂർ വരെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇത് കേൾക്കുന്ന പേഷ്യൻസ്, ഇതിൽ സങ്കടങ്ങളുള്ള പേഷ്യൻസ് ഉണ്ടാവും, സന്തോഷമുള്ള പേഷ്യൻസ് ഉണ്ടാവും. ഈ പേഷ്യൻസ് ചിലരെ വിളിച്ച് പറയാണ്, സാറേ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഞാൻ പറയും, നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നു നിങ്ങൾ ചെയ്യൂ. കാരണം ഞാൻ പറഞ്ഞിട്ടൊന്നും ചെയ്യണ്ട.